പിന്നെ ഏട്ടാ നമുക്ക് ജയന്റെ മകനാണ് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ. അങ്ങനെ എന്തെങ്കിലും തെളിവ് ചേട്ടൻ്റെ ഉണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു ശ്രമം ചേട്ടൻ നടത്തിയിട്ടുണ്ടോ? ജയന്റെ മകനാണ് എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇതൊരു പത്രവാർത്ത വരാനുള്ള കാരണം 2001 എന്റെ ഒരു പത്രവാർത്ത വന്നത് എന്നെ കുറിച്ച് മാതൃഭൂമിയിൽ. അത് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ കൊല്ലം ജില്ലാ കോടതിയിൽ ഒരു ജഡ്ജിയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഡ്രൈവർ രാവിലെ വൈകിട്ടൊക്കെ അതിനെ കൊണ്ടാക്കണം. 750 ശമ്പളത്തിന്റെ ഒരു ജോലി, എന്റെ പാർട്ട് ടൈം ജോലിയില്. അപ്പൊ അന്ന് ഞാൻ കൊല്ലം കോടതിയിലെ CJമിനെയും കൊണ്ട് എന്റെ ജഡ്ജിയും കൊണ്ടൊക്കെ ഞാൻ എറണാകുളത്തൊക്കെ പോകുന്ന ഒരു ട്രാവലിംഗ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അങ്ങനെ CJM ഒക്കെ എനിക്ക് ബന്ധമുണ്ട്. CJമിന്റെ കോടതിയിലെ സ്റ്റാഫുകളായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പൊ ആ കൊല്ലം കോടതിയിൽ എന്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള കേസ് അവിടെ കിടപ്പുണ്ട്. അവിടെ എന്റെ അച്ഛനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് എന്റെ മകൻ തന്നെയാണ്. അച്ഛനെതിരെ ഒരു കേസ് കൊടുക്കും. മനസ്സിലായില്ലേ? അതായത് എന്റെ അമ്മയോട് എന്റെ അച്ഛനൊരു വാക്ക് പറയായിരുന്നു, ഞാൻ ഇനി വേറൊരു വിവാഹം കഴിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഒരു മകനായല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നൊരു വാക്ക് കൊടുക്കുകയും ആ വാക്കും പ്രകാരം എന്റെ അമ്മ വിശ്വസിച്ചായിരുന്നു. അങ്ങനെ കണ്ടിരുന്നത് ഈ അനീച്ചാര് കല്യാണം കഴിക്കാൻ പോയി. പക്ഷെ അമ്മ അറിഞ്ഞില്ല. അമ്മയുടെ നാട്ടുകാർ പറഞ്ഞത് കൊട്ടാരം വീട്ടിലാണ് ഇവർ അറിയപ്പെടുന്നത്. കൊട്ടാരം വീട്ടില് കല്യാണം കഴിക്കുന്നത് ബേബി കല്യാണം കഴിക്കാൻ പോകുന്ന അമ്മ അറിഞ്ഞു. അങ്ങനെ അമ്മ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ വെസ്റ്റ് പോലീസിനെ അമ്മയെ പിടിച്ചോണ്ട് പോയി. അവിടെ എന്റെ അച്ഛൻ വന്ന് എഴുതിയിട്ടുണ്ട് എന്റെ മകനാണെന്ന്. അതിന്റെ രേഖ അവിടെ കിടപ്പുണ്ട്. പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും. അതൊക്കെ പോയി, വർഷങ്ങളായില്ലേ. ഇപ്പൊ തന്നെ എനിക്ക് 54-55 വയസ്സായി. പിന്നെ ഈ കൊല്ലം കോടതിയിൽ 2001 ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ ഞാൻ CJമിന്റെ ഓഫീസുമായിട്ട് എനിക്ക് നല്ല ബന്ധമായി, സുഹൃത്ത് ബന്ധം. അവരെല്ലാവർക്കും വലിയ ജഡ്ജിയുടെ ഡ്രൈവർ എന്ന നിലയിൽ ഒരു സ്നേഹബന്ധം എനിക്ക്. അപ്പൊ ഞാൻ അന്നേരമാണ് ജയൻ തരംഗം, അതാണ് ഇതിന്റെ ഒരു ഈ പ്രകൃതിയുടെ തീരുമാനം. ഞാൻ പുറത്തു വരാനുള്ള സമയം ആവുന്നതിനാണ് ജയൻ തരംഗം ഉണ്ടാവുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ജയൻ തരംഗം പറ്റുന്നത്. മിമിക്രി കലാകാരന്മാരെല്ലാം കൂടി ചേർന്ന് സോഷ്യൽ മീഡിയയിൽ ജയൻ തരംഗം ഉണ്ടാക്കി. ജയൻ ജയൻ ജയൻ, TV തുറന്ന ജയൻ, റേഡിയോ തുറന്ന ജയൻ, പത്രം മാധ്യമങ്ങളിലെല്ലാം ജയൻ ജയൻ ജയൻ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി, പുനർജനിച്ചു ജയൻ വീണ്ടും. ആ സമയത്ത് ഞാൻ ആലോചിച്ച, അമ്മയും ഞാനും അച്ഛനും തമ്മിലുള്ള കേസിന്റെ പകർപ്പ് കൊല്ലം കോടതിയിൽ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതൊന്ന് പോയി എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഈ CJമിന്റെ ഓഫീസിൽ അമ്മയെടുത്ത് ചോദിച്ചു, അമ്മ കേസ് നടന്ന കോടതി ഏതാണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ കോടതിയിലാന്ന് പറഞ്ഞു. ആ രൂപം പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ഈ കോടതിയിൽ ചെന്നു. കോടതി അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അവനവിടെ പുതിയ സ്റ്റാഫായിട്ട് വന്നു. അവനോട് ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം രഹസ്യമായിട്ട് പറയും, നീ ഇത് പരസ്യമാക്കരുത്. അവരത് ചെയ്തോ, ഞാൻ ഇന്നോടെ സിനിമാടൻ ജയന്റെ മകനാണ്. നീ എന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള കേസിന്റെ ഒരു പകർത്തോടെ കിടപ്പുണ്ട്. നീ ഇത് എങ്ങനെയെങ്കിലും ആദ്യം അറിയാതെ എനിക്കിത് എടുത്തു തരണം. ഒരു കാരണവശാലും ഇത് പുറത്ത് പറയേണ്ട, വാർത്തയാക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞില്ല, ഞാൻ ആർക്കും പറയത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അളിയാനൊക്കെ വിളിക്കുന്നത് വന്ന് ഇവൻ പറഞ്ഞു കേട്ടോണ്ട് ഞാൻ അങ്ങ് വീട്ടിൽ പോയി. ജോലിക്ക് പോയിട്ടുള്ളതുകൊണ്ട് മാതൃഭൂമിയിലെ അനിൽ എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്, ആ റിപ്പോർട്ടർ, അദ്ദേഹത്തിനെ കൊണ്ട് ഈ എന്റെ കൂട്ടുകാരെ എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല. ഇവര് എത്രയോ മണിക്കൂർ അവിടെ കാത്തിരുന്നപ്പോൾ ഞാൻ അന്ന് സൈക്കിളിലാണ് പോകുന്നത്. സൈക്കിളിൽ ജോലി കഴിഞ്ഞ് വൈകിട്ട് അന്ന് ഇലക്ട്രിക്കിനെ വിളിക്കാം. സൈക്കിളിൽ കഴിഞ്ഞപ്പോൾ ഇവനാണ് ഞാൻ ചന്ദ്ര, അങ്ങനെ നമ്മുടെ ഇത് എൻ്റെ ഒരു സുഹൃത്താണ്, പേര് അനിൽകുമാർ എന്നാണ്. ഇദ്ദേഹം മാതൃഭൂമിയിലെ പത്രത്തിൽ പോയിട്ടാണ്. നിനക്ക് പറയാനുള്ള കാര്യം ഇദ്ദേഹത്തിനോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നിട്ട് അനിൽ സാർ പറഞ്ഞല്ല, ഞാനിങ്ങനെ ഒരു സംഭവം അറിഞ്ഞു, അത് ശരിയാണോ? ഞാനിപ്പോ എന്നോടല്ലല്ലോ ചോദിക്കണ്ടേ, ഇതിനാ സ്ഥായിയായ ഒരാൾ വീട്ടിൽ ഇരിക്കൊണ്ട് എൻ്റെ അമ്മയുണ്ട്, സാർ അങ്ങോട്ട് പോയി ചോദിച്ചോളാൻ പറഞ്ഞ അമ്മയെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. ഇദ്ദേഹം അന്ന് അമ്മ അവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ച് അതെല്ലാം എഴുതിയെടുത്ത് റെക്കോർഡ് ചെയ്ത് എന്നിട്ട് അവരുടെ ബന്ധപ്പെട്ടുണ്ട്. അത് റെക്കോർഡ് നേരെ ഓലക്കടയിൽ എൻ്റെ അച്ഛൻ്റെ അന്ന് അവിടെ ജീവിച്ചിരുന്ന എല്ലാ ആളുകളോടും ചോദിക്കും ഇത് കാര്യം. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ മനോരമ പറഞ്ഞൊരു കുറഞ്ഞ പത്രമൊന്നുമല്ല, ലോകം മുഴുവൻ മലയാളീസിൻ്റെ പോകുന്ന ഒരു പത്രമാണ്. അപ്പൊ അതിനകത്ത് ഫ്രണ്ട് പേജിൽ വരുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ അത് 100-110% കറക്റ്റ് ആക്കിയിട്ട് അവർ ഇടുന്നുണ്ട്. ഈ സാറ് എൻ്റെ അമ്മയുടെ നിന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കും, എന്നിട്ട് എല്ലാം എഴുതിയെടുത്തു. എന്നിട്ട് നേരെ ഓലക്കടയിൽ പോയി അമ്മ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കുറെ ചോദ്യം ചോദിക്കും, അതിനെ കുറിച്ച് വ്യക്തമായിട്ട് തെളിവ് കൊടുക്കും. പിന്നെയും വന്ന് അമ്മയുടെ ചോദിച്ചും തിരിച്ചും പറഞ്ഞ് ചോദിച്ച് പിന്നെ എൻ്റെ ഫോട്ടോസ്, ഒരുപാട് ഫോട്ടോസ് എടുത്ത്. അന്നേരമാണ് ഈ കമ്പ്യൂട്ടർ വന്നതും. ആ ഒരു സമയത്ത് കമ്പ്യൂട്ടർ ചോദിക്കുന്നത് ഈ മുടിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന സംഭവമൊക്കെ കണ്ടുപിടിച്ച ആ സമയം. അപ്പൊ ഇവര് പോയി മാതൃഭൂമി ഓഫീസിൽ പോയി എൻ്റെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് അച്ഛന്റെ എടുത്ത് എനിക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം താരതമ്യം ചെയ്ത് ഇത് 100-110% ഓക്കെയാണ്, ഇത് ജയന്റെ മകനാണ് എന്ന് അവര് വാർത്ത പ്രചരിപ്പിക്കാനുള്ള തെളിവുകളെല്ലാം ഈ അനുസാർ ഒപ്പിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 ആഴ്ച, ഒരു മാസത്തിനകം വെച്ച് ഇദ്ദേഹം പരിശ്രമിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇദ്ദേഹം വാർത്ത ഇടാനായിട്ട് പോയ അന്നാണ് ഭൂലാന്തേവിയെ വെടിച്ചു കൊല്ലുന്നത്. അപ്പൊ അന്ന് എന്റെ വാർത്തകളുടെ ദിവസമാണ്. എൻ്റെ തന്നെ ഇദ്ദേഹം പറഞ്ഞു, പുള്ളി നാളെ വെളുപ്പിനെ എണ്ണിക്കണം, എണ്ണിച്ച് കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് നിൽക്കണം, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പൊ എനിക്ക് പാൻറ് കൊടുക്കുക അന്ന് ഭയങ്കര കുറവുള്ളൊരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അത് ചാനലുകാരും പത്രക്കാരെല്ലാം വരും, മുരളി നാളെ സംഭവമാവാൻ പോവാണ്, വാർത്ത ഞങ്ങൾ ഇടാൻ പോവാന്ന് പറയും.
അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇങ്ങനെ കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുക. അന്നേരം ഉണ്ട് മൂലാലിലേക്ക് ഇടിച്ചു കൊന്നതിന്റെ വാർത്തയായപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്നെ പിന്നെ വന്ന് അറിയിച്ചു, മുരളി ഇന്നല്ല, ഇന്ന് വാർത്ത ഇട്ടാൽ മുരളിയുടെ വാർത്ത ചീറ്റിപ്പോകും. കാര്യം മൂലാൻ ദേവിയുടെ മരണത്തിലേക്കായിപ്പോയി ജനങ്ങളുടെ ശ്രദ്ധ. അതുകൊണ്ട് നാളെ രാവിലെ, അതായത് പിറ്റേന്ന് ദിവസമാണ് എൻ്റെ വാർത്ത മാതൃഭൂമിയിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ കോടതിയിലെ ഒരു സുഹൃത്ത് ചെയ്തതിന്റെ പേരിലാണ് ഇതിന് വന്നത്. ആ ഒരു പകർപ്പെടുക്കാൻ പോയത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് കുറച്ച് പ്രശ്നങ്ങളായി സ്റ്റോപ്പ് ചെയ്തു.